2026 ജനുവരി ആദ്യവാരം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം വെനസ്വേലയിൽ നടത്തിയ മിന്നലാക്രമണമാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാവിഷയം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നിർദ്ദേശം നൽകിയ ഈ ദൗത്യം ലാറ്റിൻ അമേരിക്കയിലെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ജനുവരി 3 പുലർച്ചെ 2 മണിയോടെ അമേരിക്കൻ സേന വെനസ്വേലൻ തലസ്ഥാനമായ കാരാക്കാസിൽ വ്യോമാക്രമണം നടത്തി. ഫോഴ്സ് മഡുരോയെയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും കസ്റ്റഡിയിലെടുത്തു. മഡുരോയെ ഉടൻ തന്നെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോകുകയും ലഹരിക്കടത്ത് അല്ലെങ്കിൽ നാർക്കോ ടെററിസം കേസുകളിൽ വിചാരണ ചെയ്യാനായി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ട്രംപ് ഈ ആക്രമണത്തിന് തയ്യാറായതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട്. 2020 അമേരിക്ക മഡുരോയ്ക്കെതിരെ ചുമത്തിയ ലഹരിക്കടത്ത് കേസുകളാണ് ഈ നീക്കത്തിന് നിയമപരമായ കാരണമായി ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയിലേക്ക് മയക്കുമരുന്നെത്തിക്കുന്ന സംഘത്തിന്റെ തലവനാണ് മഡുരോ എന്ന് ട്രംപ് ആരോപിക്കുന്നു. എന്നാൽ പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് സത്യം. അമേരിക്കയിലേക്കെത്തുന്ന 95% മയക്കുമരുന്നിന്റെയും ഉറവിടം മെക്സിക്കോയോ കൊളംബിയോയോ ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമെന്ന നിലയിൽ വെനസ്വേലയെ നിയന്ത്രിക്കുക എന്നത് അമേരിക്കയുടെ തന്ത്രമാണ്. അമേരിക്കൻ എണ്ണക്കമ്പനികൾ വെനസ്വേലയിലെത്തും, ഞങ്ങൾ ആ രാജ്യം നടത്തും എന്ന ട്രംപിന്റെ പ്രസ്താവന ഇതിന്റെ സൂചനയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ്, 304 ബില്യൺ ബാരൽ. ഇത് ലോകത്തുള്ള ആകെ ക്രൂഡ് ഓയിലിന്റെ 18% വരും. വെനസ്വേലയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കുമുള്ള സ്വാധീനം അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ട്രംപ് കരുതുന്നു. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ ഫുൾ കൺട്രോൾ താങ്കൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. 2026 അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്റെ കരുത്ത് തെളിയിക്കാൻ ട്രംപിന് ഈ സൈനിക വിജയം ആവശ്യമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം: വെനസ്വേലയിൽ നിലവിൽ കടുത്ത അസ്ഥിരത നിലനിൽക്കുന്നു. മഡുറോയുടെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് താൽക്കാലിക പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും രാജ്യം അമേരിക്കയുടെ സൈനിക മേൽനോട്ടത്തിലാകാനുള്ള സാധ്യതയുണ്ട്.